ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെ മേലൊക്കെ അയാൾ തരാൻ വേണ്ടി ഇങ്ങനെ വരിക. അപ്പോൾ സച്ചി പറയും എൻ്റെ മേല് തൊട്ട് കളിച്ചാണ്ടല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ വയസ്സായിട്ടുള്ളൊരു കിളവൻ പറയും ഇതേ അവൻ്റെ പോക്കറ്റിൽ എന്തോ ഒരു ഫോൺ ഇരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സച്ചി ആ ഫോൺ എടുത്തിട്ട് പറയും ഇത് എൻ്റെ ഫോണാണ്, അല്ലാണ്ട് ഞാൻ വേറെ ആരെയും ഫോൺ എടുത്തിട്ടില്ല. ഈ ജോലിക്ക് ഞാൻ വരുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിമാനത്തിനൊരു കുറവുമില്ല, ഞാൻ എൻ്റെ ശരീരത്തിൽ തൊടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതെന്നെ ഒരു കള്ളത്തരല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് വേണ്ടി സച്ചിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. ഇതൊക്കെയാണെങ്കിൽ രേവതി കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഒരാൾ സ്കൂട്ടിമേ വന്നിട്ട് പറയാണ് സാറേ ഇതാ സാറിൻ്റെ ഫോൺ ആ ടെർഫിൽ വെച്ച് മറന്നു പോന്നു, ഞാൻ കണ്ടത് കാരണം കുഴപ്പമില്ല, വേറെ ആരെങ്കിലുമാണ് കണ്ടതിരുന്നെങ്കിൽ ഈ ഫോൺ അവർ അടിച്ചു മാറ്റിയിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അയാൾക്ക് ആകെ ഇങ്ങനെ ഒരു ഇതാവും കേട്ടോ. അപ്പോൾ അയാൾ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് വാങ്ങിയിട്ട് ഇങ്ങനെ പോവാൻ നിൽക്കും. അപ്പോൾ സച്ചി നിൽക്ക് എല്ലാവരും പോകാൻ പറ്റേ, അപ്പോൾ നിങ്ങൾക്ക് പൈസ ഉള്ളവർക്ക് പൈസ ഇല്ലാത്തവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങളെന്തെങ്കിലും സാധനം കാണാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാവും കുറ്റക്കാർ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കുറേ പറയും കേട്ടോ. അങ്ങനെ അവർ സോറി ഒന്നും പറയണില്ല, പക്ഷേ അത് ഇനി വിട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ പോവുകയാണ്. അപ്പോൾ രേവതി ഓടി വന്നിട്ട് സച്ചി ചേട്ടാന്ന് വിളിച്ചിട്ട് ഓടി വരാം കേട്ടോ. അപ്പോൾ സച്ചിക്ക് രേവതിനെ കാണുമ്പോൾ ആകെ സങ്കടമാവും. നീ എന്താ ഇവിടെ, നീ എങ്ങനെ ഇവിടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി ചോദിക്കും നിങ്ങൾ എന്തിനും ഇങ്ങനത്തെ ഒരു ജോലിക്ക് വന്നാൽ, നമുക്ക് ഈ ജോലി വേണ്ട, നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കണ്ടില്ലേ, ഈ ജോലി നമുക്ക് വേണ്ട, ഞാൻ പൂക്കടയിൽ പോയി നിന്നിട്ടായാലും നമുക്ക് ജീവിക്കാം, അതിനുള്ളതൊക്കെ കിട്ടും, എനിക്ക് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, സച്ചിയേട്ടൻ ഇങ്ങനത്തെ ജോലിക്ക് പോകണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സച്ചി പറയും നമുക്ക് നമ്മുടെ കടമൊക്കെ തീർക്കണ്ടേ, നീ എന്തൊന്നും അറിയാത്ത പോലെ, ഇനി ഞാൻ ഈ ജോലിക്കാണ് വരുന്നതെന്നുള്ള വീട്ടിലൊന്നും അറിയണ്ട, എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ എന്നെ കളിയാക്കി കൊല്ലും, നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ജോലിക്ക് സമ്മതിക്കില്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ സച്ചി പറയും എനിക്കിപ്പോൾ കാറില്ല ഒന്നുമില്ല, എന്ത് ജോലിക്കായാലും എനിക്ക് നിന്നെ പട്ടിണിക്കിടാൻ പറ്റില്ല, നമ്മുടെ കുടുംബത്തേക്ക് ചിലവിന് കൊടുക്കാതിരിക്കാനും പറ്റില്ല, അപ്പോൾ എനിക്ക് ഈ ജോലി ചെയ്തേ പറ്റുള്ളൂ രേവതി, നീ പോവാൻ നോക്ക്, നീ വേഗം വീട്ടിൽ പോകാൻ നോക്കുക, അല്ലെങ്കിൽ അവരൊക്കെ ഇനി എന്താണെന്ന് വിചാരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി എന്നൊക്കെ പറഞ്ഞാൽ പറയും. അപ്പോൾ രേവതി സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് ഇതാക്കെങ്കിലും സച്ചി വേഗം തന്നെ രേവതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.